ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഉപകരിക്കുന്ന, ജീവിതത്തിൽ ചെയ്തിട്ട് ഫലം കണ്ട വളരെ എഫക്റ്റീവായ ആത്മീയ ടിപ്സാണ് പറയുന്നത്. വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക. കടം പെരുകി വളരെ വിഷമിക്കുന്നവർ, സാമ്പത്തിക വരുമാനം ഇല്ലാത്തവർ, ജീവിതം മെച്ചപ്പെടാത്തവർ ഈ രൂപത്തിൽ സൂറത്തുൽ കഹ്ഫ് ഓതി വന്നാൽ തീർച്ചയായും ഫലം കണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. ഖുർആനിലെ 18ാമത്തെ സൂറത്തുൽ കഹ്ഫ് മുഴുവനായും ഒരു തവണയാണ് ഓതേണ്ടത്. വെള്ളിയാഴ്ച സുബ്ഹി ഖളാക്കാതെ നിസ്കരിക്കുക. വെള്ളിയാഴ്ചയാണ് ഈ അമൽ തുടങ്ങേണ്ടത്. വെള്ളിയാഴ്ച തന്നെ ഇത് തുടങ്ങുക. സുബ്ഹി നിസ്കരിച്ച ഉടനെ തന്നെ സൂറത്തുൽ കഹ്ഫ് ഒരു തവണ ഓതുക. ഇതുപോലെ അടുത്ത വെള്ളിയാഴ്ച എത്തും വരെ സുബ്ഹി ഖളാക്കാതെ നിസ്കരിച്ചു ഏകദേശം 8 ദിവസം തുടർച്ചയായി സൂറത്തുൽ കഹ്ഫ് ഓതി വന്നാൽ തീർച്ചയായും കടം തകർന്നടിയും. എത്ര കടമുണ്ടായാലും അത് വീട്ടാനുള്ള മാർഗം അല്ലാഹ് തുറന്നു തരും ഇൻഷാ അല്ലാഹ്. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും, മതിപ്പ് ഉയരും, ജീവിത നിലവാരം ഉയർച്ചയിൽ എത്തും. കൂടാതെ അവൻ്റെ ഹൃദയവും ഖബറും പ്രകാശിക്കും. മുഴുവൻ പ്രശ്നങ്ങളിൽ നിന്ന് സുരക്ഷിതനാകും. മലക്കുകളുടെ പ്രാർത്ഥന അവന് ലഭിക്കും. രോഗവിപത്തിൽ നിന്ന് മുക്തി ലഭിക്കും. ഇതുപോലെ ഒരുപാട് നേട്ടങ്ങൾ ഉള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഒരാഴ്ച ഓതി ഫലം കണ്ടില്ലെങ്കിൽ പിന്നത്തെ ആഴ്ച മേൽപ്പറഞ്ഞ പ്രകാരം വീണ്ടും ഓതുക. ഏകദേശം 3 ആഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതുക. 3 ആഴ്ച തുടർന്നാൽ ഫലം കാണും ഉറപ്പ്. ഒരു കാര്യം ഗൗരവമായി എടുക്കുക. ഈ ഓതിക്കൊണ്ടിരിക്കുന്ന സമയം നിസ്കാരം ഖളാ ആക്കരുത്, ഒഴിവാക്കരുത്. 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക. എന്നാലേ ഫലം കിട്ടുകയുള്ളൂ. കടം കൊണ്ട് വിഷമിക്കുന്നവർ ഈ സൂറത്ത് ഓതുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഫലം കാണും ഉറപ്പ്. അത് വീട്ടാനുള്ള മാർഗം അള്ളാഹു എളുപ്പത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.